ശ്രീനാരായണ ഗുരുദേവന്റെ 98ാമത് മഹാസമാധി ദിനാചരണം ഇന്ന് നാടെങ്ങും ആചരിക്കുകയാണ്. ശാന്തിയാത്രകൾ, ഉപവാസ ജപയജ്ഞം, ശാന്തിഹവനം, പ്രഭാഷണം, അന്നദാനം എന്നിവയാണ് വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. പാമ്പാടി, മാങ്ങാനം, പുതുപ്പള്ളി, തോട്ടയ്ക്കാട്, പരിയാരം, എറികാട്, ശിവഗിരി മഹാസമാധി എന്നിവിടങ്ങളിലെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു, രാമവൈദ്യരും കൃഷ്ണവൈദ്യരും. ഇവര് വൈദ്യത്തിലൊക്കെ നല്ല പണ്ഡിതരും. അതൊരിക്കലും അക്കാഡമിക് ശിക്ഷ മാത്രമല്ല, അക്കാഡമിക് കൊണ്ടല്ല. നമുക്കിപ്പം ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഗുരുദേവൻ ആ വീട്ടിൽ അവതാരമെടുത്തത്. അങ്ങനെ ഈ എന്തോ ഒരു ദിവ്യശക്തിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ നമ്മൾ ഒത്തിരി പ്രാവശ്യമെല്ലാം കേട്ടതാ, ഭഗവാന്റെ ജനനം തന്നെ ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു. കാരണം കുഞ്ഞ് കരഞ്ഞില്ല എന്നൊക്കെ ഉള്ളത് അത് നിൽക്കെ നിങ്ങൾ കേട്ട് മടുത്തതായിരിക്കും. അതെന്തുവാണ്? ഈ സാധാരണ കുഞ്ഞുങ്ങളൊക്കെ അമ്മയുടെ ഉദരത്തിൽ നിന്നും ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ഊഷ്മാവും അമ്മയുടെ വയറ്റിലുള്ള ഊഷ്മാവും അതിന്റെ ചേഞ്ചസിൽ കുട്ടികൾക്ക് സഫർ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുഞ്ഞുങ്ങൾ കരയാറുണ്ട്. അതുപോലെ പൂക്കൾക്കൊടി ബന്ധം വിച്ഛേദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരയാറുണ്ട്, കൂടെ കഴിക്കാൻ വയ്യാതെ അവർ കരയാറുണ്ട്. നമ്മൾ കണ്ടിട്ട് കുട്ടിനൊക്കെ അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ഭഗവാൻ മാത്രം കരഞ്ഞില്ല എന്നുള്ളത് ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ കുട്ടി വളർന്നുകൊണ്ടേയിരുന്നു. കുഞ്ഞ് വളർന്നുകൊണ്ടിരുന്നു. പ്രഥമ വിദ്യാഭ്യാസം തന്റെ അച്ഛനായ മാടനായ ഒരു അധ്യാപകനായിരുന്നല്ലോ. അന്നത്തെ കാലത്ത് ഈ കുടിപ്പള്ളിക്കൂടമായിരുന്നു കൂടുതലും. അപ്പം അധ്യാപകരെ അവരന്ന് ആശാന്മാരെന്നാണ്. അതിയായ സന്തോഷം. നമുക്ക് ചിലരെ അങ്ങനെയല്ല, ചിലരെ ഒന്നും കാണുന്നുമില്ല. അവിടുത്തെ ഒരു നേഴ്സ് ഒരു കുശലം എന്നോണം അച്ഛനോട് ചോദിച്ചു, അച്ഛാ ആരും കാണാനൊന്നും വരുന്നില്ലല്ലോ, പക്ഷെ കാരണം എന്താണ്? ഗോപാല, നാരായണ ഗുരു വന്നിട്ടുണ്ടേ. എല്ലാ ദിവസവും ആശുപത്രിയിൽ കിടക്കുന്ന ഗോപാലനച്ഛനെ 12:30 മണിക്ക് ആര് ചെന്ന് കാണും? നാരായണ ഗുരു ചെന്ന് കാണും. എന്നിട്ട് പറയും, ഗോപാല, നാരായണ ഗുരു വന്നിട്ടുണ്ടേ. പോരെ, ഇത്രയും പോരെ. നമ്മൾ ആരായിരുന്നു പേടിച്ച പറയുന്നത്? എന്താരായിരുന്നു? കറക്റ്റാ, ശിവലിംഗദാസ സ്വാമികൾ. ഈഴവനാണോ? അല്ല, പിന്നെ നായർ പയ്യൻ, കൊച്ചപ്പിപ്പിള്ള എന്ന നായർ പയ്യൻ. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ സമാധിക്ക് കൊച്ചപ്പിപ്പിള്ളയുടെ കഥ ഇവിടെ പറഞ്ഞു കാണും. ഇല്ലെങ്കിൽ അന്നില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം. കാരണം ഗുരുവിന്റെ ചിന്ത തുടങ്ങും, അപ്പൊ അദ്ദേഹം വീണ്ടും വിഷമത്തിലാവും. അങ്ങനെ ഒരു അദ്ദേഹം കാണുന്ന കാഴ്ച തോന്നി കാണും. കഥകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെയാണോ തരാ? അല്ല, പെട്ടെന്ന് അതുപോലെ ഒരു ഇരുമ്പ് കാണും. ഇപ്പുണ്ടോ? എന്ത് കണ്ടു? അവിടെ തന്നെ ഉണ്ട്. അടുത്ത ദിവസം നോക്കും എങ്ങനെയാ? നമ്മുടെ വീട്ടിലത്, എന്റെ ഭഗവാനെ എനിക്കൊരു സ്കൂട്ടർ തരണേ. സ്കൂട്ടർ തന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ആഗ്രഹം, ഭഗവാനെ എല്ലാ വീട്ടിലും കാറുണ്ട്, എന്റെ വീട്ടിലൊരു കാർ വേണം, അതുകൊണ്ട് എനിക്ക് കാർ കൂടി തരണേ. നമ്മുടെ ആഗ്രഹങ്ങളല്ല, എങ്ങനെയല്ലേ? ഒരാഗ്രഹം നടന്നു കഴിയുമ്പോ നമ്മുടെ അടുത്ത ആഗ്രഹം അവിടെ പതിയെ ചടകുടഞ്ഞ് എഴുതിക്കാൻ തുടങ്ങും. ഒരു പടി കൂടി ഉയർന്നിട്ട് അദ്ദേഹം വിചാരിച്ചു, പുഷ്പി
സുഹൃദേ മമ ശായിയാസുഖം ഈശാമദുപദിനേശ സുപദ്ധതി അശേ സത്യവും ധർമ്മ ശരണം ഗുരുദേവ ഗുരുവേ ശരണം ഗുരുദേവ ഗുരു ഭക്തജന പ്രിയ ദുഃഖ നിവാരൻ പ്രണവസം ഗുരുവേ ശരണം പ്രഭുവേ ശരണം ഗുരേ ശരണം ഓം നമോ ശ്രീ ഗുരു ശിവഗിരീശായ ഓം നമോ ജഗദ്ഗുരു ജഗദീശ്വരായ ഓം നമോ ഭഗവതേ നാരായണായ ഓം നമോ ഭഗവതേ നാരായ ഓം നമോ ജഗദ്ഗുരു ജഗദീശ്വര ഓം മമ ഗുരു ആദിനാഥ ഓം നമോ മമ ഗുരു നാരായണായ ഓം നമോ ആയ ഓം നമോ മമ ഗുരു നമോ ജയ ഗുരു വർക്കലേശായ ഓം നമോ ജയ ഗുരു ശ്രീയ ഓം ശ്രീനാരായണ ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. സുബ്രഹ്മണ്യ കീർത്തനത്തിലെ 12-ാം ശ്ലോകത്തിൽ സ്വാമി വിവരിച്ചു അല്ലേ? സ്പഷ്ടം. ഗുരു തിരുവവതാരം ചെയ്യുന്നത് ചതയം നക്ഷത്രത്തിലാണെന്ന് നമുക്കറിയാം. എന്താണ് ചതയത്തിന്റെ പ്രത്യേകത എന്നറിയാം? വൈദ്യന്മാർക്ക് തുല്യമാണ് ചതയം എന്ന നക്ഷത്രം. ഗുരുവിന് ആയിരക്കണക്കിന് അസുരന്മാരെ ആയിരുന്നു നിഗ്രഹിക്കുവാനുണ്ടായിരുന്നത്. സ്നേഹമാകുന്ന മരന്നു പുരട്ടി ഈ ജനലക്ഷങ്ങളിൽ നിന്നും ഗുരുവിന് വലുതായിരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോ ശതഭിഷകെന്ന ചതയൻ നക്ഷത്രത്തിൽ ഭൂജാതനായ നാരായണ ഗുരുദേവൻ സാക്ഷാൽ ഇന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഗുരു പറഞ്ഞിട്ടുണ്ട് ഗുരുവിനെ ആരാധിക്കരുതെന്ന് ഗുരു പറയാക്കുവാൻ പിറന്ന അവതാരമായി കണ്ടുകൊള്ളൂ എന്ന സ്വാമി പറഞ്ഞത്. ഗുരു ഈശ്വരനാണ്, താൻ ദൈവമാണ് ഗുരു പറഞ്ഞിരുന്ന നിരവധി കൃതികളുണ്ട്. ആത്മവിലാസത്തിൽ സ്വാമി പറഞ്ഞു, ഓ ഇതാ ദൈവത്തിൽ പുരുഷ ലക്ഷണം കാണുന്നു, നാം ദൈവത്തിന്റെ പ്രതിപുരുഷനാകുന്നു. നാം ആരാകുന്നു? അപ്പോൾ നാരത്തിൽ അയനം ചെയ്യുന്നവനെന്നാണ്. നാരമെന്നാൽ അറിവെന്നാണ്. അറിവിൽ അയനം ചെയ്യുന്ന മറ്റാരാണ് ദൈവം? ഇതിനേറെ പറയുന്നു, തന്റെ മഹാസമാധിയോടടുക്കുമ്പോൾ താൻ ലോകശൈലിയിൽ മാറ്റിക്കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഭഗീരഥി എന്ന പെൺകുട്ടിയുടെ കഥ. 5 or 6 ആളുകൾ ചേർന്ന് താങ്ങി പിടിച്ചു കൊണ്ടുവരുന്ന ഒരു പെൺകുട്ടിയാണ് ഭഗീരഥി. ഗുരുവിന്റെ തൊട്ട് താഴെയായി ഭഗീരഥിയെ കിടത്തി. ഗുരു ചോദിച്ചു, എഴുന്നേറ്റിരിക്കുമോ? ഇല്ലത്തോട്ട് കളിച്ചു, എഴുന്നേറ്റിരിക്കുമല്ലോ. എഴുന്നേറ്റ് നിൽക്കുമോ? ഇല്ല സ്വാമി. വീണ്ടും വെള്ളം കളിച്ചു, എഴുന്നേറ്റ് നിൽക്കുമല്ലോ. യഥാർത്ഥ ശ്രീനാരായണീയനായ യഥാർത്ഥ ഗുരുദേവ ഭക്തനായ ഓരോ വ്യക്തിയുടെയും മനസ്സ് ഉണ്ടാവുകയാണ്. പക്ഷെ മഹാസമാധിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മഹാസമാധിയെ കുറിച്ച് പറയുന്നു, അതുകൊണ്ടാണ്. പക്ഷേ ആത്മഹത്യ ചെയ്യാൻ തോന്നിയപ്പോ പോലും അതിനൊന്ന് ദർശനം തരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ദർശനം തരും. കാരണം നമ്മളെല്ലാവരും സ്വാമിയുടെ മക്കളാണ്. നമ്മളോടെല്ലാം അത്രയേറെ വാത്സല്യ സ്വാമിക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഗുരുവിനെ കുറിച്ച് കേൾക്കുവാൻ നമ്മൾ ഓരോരുത്തരും മ്യൂട്ട് ചെയ്ത് വെക്കുന്നത്.
മുഖം നിവർത്തിയിരുന്ന് കൈ റിലാക്സ്ഡ് ആക്കി മടിയിലേക്ക് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്ന് നോക്കണ്ട. തുറക്കാറാകുമ്പോ ഞാൻ പറയാൻ കണ്ണു തുറന്നോളൂ, നമുക്ക് തുറന്നാൽ മതി. കണ്ണുകൾ അടയ്ക്കുക. ചൊല്ലിത്തരുന്ന മന്ത്രം എത്തിച്ചു ചൊല്ലുക. സ്വാമിയുടെ ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ. ഭാവി തന്നെ ഭവാന്തിക്ക് ഒരാവിവൻ തോണി പദം. ഇപ്പോൾ നമ്മളെല്ലാവരും തിരികെ ഇരുന്ന സ്ഥലങ്ങളിലേക്ക് വരികയാണ്. കൈ രണ്ടും കൂട്ടി തരും. ആ ചൂട് പണയത്തെ തന്നെ രീതിക്ക് വെച്ച് കണ്ണു തുറക്കുക. ഗുരുവിനെ കണ്ടോ? അത്രയേറെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഭഗവാൻ ദർശനം തോന്നിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും സങ്കടം വരും. കാരണം അത്രയേറെ ഭക്തിയും അത്രയേറെ സ്നേഹവും ഒക്കെ ഗുരുവിനോടുണ്ട്. നമുക്ക് ആരുമില്ലല്ലോ തമ്പി എന്ന് നടരാജ ഗുരുവിനോട് ചോദിച്ച സ്വാമി ഇപ്പോ ഏറെ സന്തോഷിക്കുന്നുണ്ടാകും. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാകുന്ന താമരയിൽ അതിന്റെ ഒത്ത നടുക്ക് നാം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരേ ഒരു വിഗ്രഹം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ മാത്രമാണ്. സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒക്കെ നമുക്ക് ഗുരുവിനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. അല്ലാതെ തകർന്നു പോകുന്നു എന്ന് തോന്നുമ്പോൾ പ്രാർത്ഥിക്കുന്നവനല്ല യഥാർത്ഥ ഭക്തൻ. മറിച്ച് ഏതൊരു നിമിഷത്തിലും ഗുരുവിനെ മനസ്സിൽ കാണുവാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ ഭക്തരായി നാം മാറുന്നത്. ഗുരുവിന്റെ ആ വെണ്ണയ്ക്കൽ പ്രതിമ ഉണ്ടാക്കിയത് നമുക്കറിയാം. ആ ശില്പിയുടെ പേര് പശുപതിനാഥ മുഖർജി എന്നാണ്. അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ആ പ്രതിമയ്ക്ക് മുമ്പുള്ള അതിന്റെ മെഴുകു പ്രതിമ ഉണ്ടാക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ശിവഗിരിയിൽ നിന്ന് സ്വാമിമാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായി, തയ്യാറായോ എന്ന് ചോദിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറെ സങ്കടത്തിലാവുകയാണ്. കാരണം ലോകം അറിയപ്പെടുന്ന ഒരു ശില്പിയായിരുന്നു അദ്ദേഹം. പക്ഷേ ഇതാ ഗുരുവിനെ തനിക്ക് മെഴുകിൽ ചിത്രീകരിക്കുവാൻ സാധിക്കുന്നില്ല എന്ന സങ്കടം അദ്ദേഹത്തിന്റെ ഉള്ളിലുടലെടുത്തു. അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് ശേഷം ഉറങ്ങുവാൻ കിടന്നു. ആ സമയത്ത് ഗുരു അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഗുരു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നു വന്നു. അദ്ദേഹം തന്റെ കൈ വിരലുകൾ കൊണ്ട് ഗുരുവിന്റെ നെറ്റിയും കണ്ണുമെല്ലാം അനുഭവിച്ചറിഞ്ഞു. ഉടൻ തന്നെ എഴുന്നേറ്റ് ആ സമയം തന്നെ ഗുരുവിന്റെ ആ മെഴുകു പ്രതിമ ഉണ്ടാക്കി വെച്ചു. പിറ്റേ ദിവസം ശിവഗിരി മഠത്തിൽ നിന്നും വന്ന സന്യാസിമാർ പറഞ്ഞു, ഓ, നമ്മുടെ സ്വാമി കാശിയിലെത്തിയിരിക്കുന്നു. അതാണ് ഗുരു, അങ്ങനെയാണ് ഗുരു. അന്വേഷിച്ചെത്തുന്നവരുടെ ആശാൻ പാടിയതുപോലെ കാണാൻ കുറെ അമ്മമാരിരുന്ന് കണ്ണു നോക്കുന്നതും കണ്ണു തുടക്കുന്നതും ഒക്കെ എനിക്ക് കാണാം. അതൊക്കെ നമ്മൾ അവിടെ ഉപേക്ഷിച്ച് നമ്മൾ ചെയ്ത എല്ലാ തെറ്റും അവിടെ കഴുകി കളഞ്ഞിട്ട് നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. ഈ കരയത് ഈ കരഞ്ഞാല് അതിന് കണ്ണു വന്നിരിക്കുന്ന ആളുകളുടെ കണ്ണ് ഓട്ടോമാറ്റിക്കലി കഴിയും. അതുകൊണ്ട് ആദ്യം കരയണ്ട. നമുക്ക് എന്നും താങ്ങായി തണലായി നമ്മുടെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും. ഒരിക്കൽ ഗുരുവിന്റെ ശിഷ്യനായ ശ്രീ ജോൺ ധർമ്മതീർത്ഥ സ്വാമികളേത് അദ്ദേഹം ഒരു പള്ളിയുടെ വികാരിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുറിയിലിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രത്തെ കുറിച്ച് ചോദിച്ച ഒരാളോട് അദ്ദേഹം പറയുന്നുണ്ട്,
ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനെ എന്ന് പറഞ്ഞു തന്ന സഹോദരൻ അയ്യപ്പൻ ഗുരുവിനെ വന്ദിക്കുന്ന ഒരു ചിത്രം കണ്ടപ്പോ എല്ലാവരും അയ്യപ്പനോട് ചോദിച്ചു, അയ്യപ്പ നീ എന്തിനാണ് ശ്രീനാരായണ ഗുരുവിനെ വന്ദിക്കുന്നത്? നീ ഒരു നിരീശ്വരവാദി അല്ലേ എന്ന് ചോദിച്ചപ്പോ അയ്യപ്പൻ പറഞ്ഞു, എനിക്ക് എന്റെ യുക്തിവാദത്തെ വേണ്ടെന്ന് വെക്കാം, എനിക്ക് എന്റെ കമ്മ്യൂണിസത്തെ വേണ്ടെന്ന് വെക്കാം, പക്ഷേ എനിക്ക് എന്റെ സ്വാമിയെ വേണ്ടെന്ന് വെക്കുവാൻ സാധിക്കില്ല. ആ അയ്യപ്പനാണ് എഴുതി വെച്ചത്, ജരാരുജാമൃതി ഭയമേടാസുഖ യശോ നിർവാണത്തെ അടഞ്ഞ സദ്ഗുരു. എന്നോട് അയ്യപ്പൻ പാടി, ജയ നാരായണ ഗുരു സ്വാമി ദേവാ, ജയ ഭഗവാനേ, ജയ ജഗദ്ഗുരു. തനിക്ക് ശ്രീനാരായണ ഗുരുദേവൻ ആരാണെന്ന് സമാധി ഗാനത്തിലെ ആദ്യ പദ്യത്തിലെ 4ാം വരിയിലെ 2ാമത്തെ വാക്യയപ്പൻ നമുക്ക് കാണിച്ചു തന്നു. ജയ ഭഗവാനെ, എന്റെ ഈശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് ഗുരുവിനെ അടുത്ത് തന്നെ ഓരോ ശിഷ്യനും ഓരോ ഭക്തനും പറയുമ്പോ ഭഗവാനെ നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ നമ്മുടെ ഹൃദയവാതിൽപ്പടിയിൽ കാരുണ്യമൂർത്തിയായ ശ്രീനാരായണ ഗുരുദേവൻ നിൽപ്പുണ്ട്. ഒന്ന് തുറന്നു കൊടുത്താൽ മാത്രം മതി. ഗുരുവിലൂടെ നമുക്ക് നമ്മെയും ഈ ലോകത്തെയും ഒക്കെ കാണുവാൻ സാധിക്കും. എനിക്ക് അനുവദിച്ചിട്ടുള്ളതിൽ ഏകദേശം 15 മിനിറ്റ് ബാക്കിയുണ്ട്. ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. അറിയാതെയാണെങ്കിലും നമ്മുടെ കണ്ണുകളൊക്കെ നിറഞ്ഞപ്പോഴും സ്വാമിയെ കാണുവാൻ ഒരു അവസരം നമുക്ക് സ്വാമി തന്നിട്ടുണ്ടല്ലേ? സ്വാമിയെ കണ്ടു നമ്മൾ. അതിന് ഏറ്റവും വലിയ കാരണം നമ്മുടെ പരിപാവനമായ വിശ്വാസവും ആ ഭഗവാന് നമ്മോടുള്ള സ്നേഹവും ഒന്ന് മാത്രമാണ്. നമ്മൾ പറഞ്ഞു, ഗുരു ഒരിക്കൽ സങ്കടം നടരാജനോട് പറഞ്ഞത് പ്രകാരമായിരുന്നു, നമുക്ക് ആരുമില്ലല്ലോ തമ്പി. ആ സമയത്ത് ചിന്തിക്കണം, അന്ന് തലശ്ശേരിയിൽ ഗുരുവിന്റെ വിഗ്രഹപ്രതിഷ്ഠ കഴിഞ്ഞിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഗുരുവിനെ പൂജ ചെയ്തിരുന്നു. എന്നിട്ടും ഗുരു അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം, യഥാർത്ഥ വിശ്വാസം ഇരട്ടി സമയമായിട്ട് നിങ്ങൾ ഓരോരുത്തരും എന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. എപ്പോഴൊക്കെ ഒന്ന് ഉറക്കം തൂങ്ങി, എപ്പോഴൊക്കെ ഒരു ആയിക്കോട്ടെ കൊടുത്തു. എന്നാലും അത് കഴിഞ്ഞ് ഞാൻ ഒച്ചയും ബഹളമൊക്കെ വെക്കുമ്പോ നെറ്റി എഴുന്നേറ്റാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരുടെ മുഖത്തോട്ട് നോക്കിയിരുന്നു. ഇറങ്ങി പോകാൻ എന്നോട് പറഞ്ഞില്ല. എന്നിരുന്നാലും നിങ്ങൾ ഓരോരുത്തരെയും കാണുവാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയേറെ പ്രൗഢമായ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് നിന്ന് സംസാരിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും മാതാവിൽ തുടങ്ങിയ പിതാവിലൂടെ പ്രിയ ആചാര്യന്മാരിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആചാര്യ പരമ്പരയുടെ ശ്രേഷ്ഠത ഒന്നുകൊണ്ട് മാത്രമാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതുപോലെയുള്ള ഒരുപാട് അച്ഛനമ്മമാരുടെയും സഹോദരനെ സ്വാമി നമുക്ക് അവസരം ഉണ്ടാക്കി തരികയാണ് എങ്കിൽ തീർച്ചയായും ഇതിനേക്കാളൊക്കെ അപ്പുറമായി ആ ആനന്ദക്കടലിനെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോഴും മനസ്സിൽ അടിവരയിട്ട് സൂക്ഷിക്കേണ്ടെന്ന 2 വരി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയൻ ഒക്കെയുമങ്ങ് സംഭോ. ഗുരുവെന്നും ഇവിടെ ഇരിക്കുന്ന ഓരോ സജ്ജനങ്ങളുടെയും ഗ്രഹങ്ങളിലും ഓരോ കുടുംബാംഗങ്ങളുടെയും ഉള്ളിലും താങ്ങായി തണലായി ഭഗവാൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞു പോയതിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വാക്കെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെന്റെ അറിവില്ലായ്മയായി കണ്ട് ക്ഷമിക്കുക. ഒരു ചേച്ചിയോട് ക്ഷമിക്കുന്നത് പോലെ, സ്വന്തം അനുജത്തിയോട് ക്ഷമിക്കുന്നത് പോലെ, സ്വന്തം മകളോടും കൊച്ചുമകളോടും ക്ഷമിക്കുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെന്നോട് ക്ഷമിക്കുക. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അറിയുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടും ആചാര്യ പരമ്പരയുടെ ശ്രേഷ്ഠത ഒന്നുകൊണ്ടും മാത്രമാണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്കെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒരു അക്ഷരമെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് എന്റെ അറിവില്ലായ്മ മാത്രമാണെന്ന് നിങ്ങൾ ഓരോരുത്തരും കരുതണം. ഓരോരുത്തരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ കൂടെ ഉണ്ടാവണം. സ്വാമിയുടെ അനുഗ്രഹം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മുഖങ്ങളും ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട്. തലച്ചോറിനുള്ളിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓരോ അംഗങ്ങളുടെയും
മുഖങ്ങൾ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇറകാട് സഹായോഗത്തിലെ അംഗങ്ങളാണെന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ ഓരോ മുഖവും ഞാൻ ഓർത്തെടുക്കുക തന്നെ ചെയ്യും. ഇനിയും എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഭൂമിയിലുണ്ടതല്ലേ നമ്മൾ ഇനിയും കാണും. അതുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണുവാൻ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ത്രികരണ ശുദ്ധി നിദർശനമായി പ്രതീതമാഭവ ചരിതം ഞങ്ങൾക്കു ശരണമാകണേ 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 പരമസദ്ഗുരു. ഓരോരുത്തർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവ ധർമ്മം വിജയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ നല്ല രീതിയിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ശ്രീനാരായണ
ഭരതഭൂമിയെ വിഴുങ്ങും ജാതിയോടടരിനായി ഭവാനണി നിരത്തിയ വലിയ സേനകൾ പടനായകൻ പോയി വിഷമിക്കും നല്ലോ പരമസദ്ഗുരു. ഭരതഭൂമിയെ വിഴുങ്ങും ജാതി